അവന്റെ ശരീരത്തിൽ കൊണ്ടപ്പോൾ അവന് മനസ്സിലായി കൈ നോവും, ഇത് പൊള്ളിപ്പോവും, അതാണ് അഗ്നിയാണ് എന്നുള്ള കാര്യം അനുഭവം. അതാണ് വിശേഷ ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം വിജ്ഞാനം ഈ രണ്ട് തരത്തില് ജ്ഞാനമുണ്ട്. ജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവ് മാത്രമാണ്. അറിവ്, എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാം, എങ്ങനെയാ അതിനകത്ത് കയറി ഇരിക്കണം, കാല് വെച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ മതി എന്നും പറഞ്ഞ് ഞാൻ സൈക്കിളിൽ കയറി ഇരുന്നാലോ തല നിർത്തി താഴെ വീഴും. കാരണം എന്താ? പരിശീലനമാണ് എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഈ അറിവ് കൊണ്ട് കാര്യമില്ല, അറിവിനെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തില് പ്രായോഗിക ജ്ഞാനമായിട്ട് കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ അതിന് പ്രാധാന്യം, പ്രായോഗിക ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരണം. പ്രായോഗിക ജ്ഞാനത്തിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് അതിന് നമ്മൾ പ്രായോഗികമായി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. സർവത്ര പരിപൂർണനാത്മാവ് ചിദാനന്ദൻ സർവസത്വാന്തർഗതൻ അപരിച്ഛേദിനല്ലും. ശരിക്കും പറഞ്ഞാല് ഈ ഭഗവാൻ എന്ന് പറയുന്നത് സർവത്ര പരിപൂർണനാണ്, അപരിപൂർണനല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാല് പൂർണ്ണമായിട്ടുള്ളതാണ്. നമ്മൾ മനുഷ്യര് പൂർണ്ണതല്ല, അല്ലെ? നമ്മൾ ചിലരെ കുറിച്ച് പറയുന്നു എന്ത് നല്ല മനുഷ്യനാ, എന്നിട്ട് ഒരു നിസ്സാര കാര്യം ആ വ്യക്തിയും ദേഷ്യപ്പെട്ടപ്പോൾ ഭയങ്കര ദേഷ്യക്കാരനാട്ടോ. കാരണം എന്താ? ഇവിടെ മനുഷ്യരായിട്ട് വരുന്നവർക്ക് എല്ലാം പോരായ്മകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ കാണുന്നത് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടുന്ന ഒരു മുഖം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. വ്യക്തി ജീവിതത്തിൽ ഇവരെങ്ങനെയായിരിക്കും നമുക്കറിയില്ല. അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബലൂൺ, ഒരു സൂചി കൊണ്ടാൽ ഇല്ലാതാവുന്ന ബലൂൺ പൊട്ടിപ്പോകുന്ന ബലൂൺ പോലെയാണ്. അപ്പൊ എല്ലാവരും എങ്ങനെയാണ്? ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. കാരണം മനുഷ്യനായി പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അപൂർണതയാണ് കൂടെ ഉള്ളത്. പിന്നെയോ എന്നിട്ട് പറയാണ്, മൽഭക്തിയില്ലാത്തവർക്ക് എത്രയും ദുർലഭം മൽഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താൻ. കൈവല്യം, മോക്ഷം വരാനായിട്ട് ഭക്തി തന്നെയാണ്, പ്രധാനമായിട്ടും ഭക്തി തന്നെയാണ്. എപ്പോഴാണോ ഭക്തിയിൽ അറിഞ്ഞ് ആ ഭഗവാനെ അറിഞ്ഞ്, അല്ലെ, ഭക്തി കൊണ്ട് ജ്ഞാനം നേടാൻ പറ്റും. ഭക്തിയിലൂടെ, ആ പ്രേമത്തിലൂടെ ജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റും. ജ്ഞാനത്തിലൂടെ ഈശ്വരനെ അറിയാൻ പറ്റും. ഈശ്വരനെ അറിയുമ്പോൾ നേരത്തെ പറഞ്ഞാൽ ആത്മാവ് പരമാത്മാവ് എന്താണെന്ന് മനസ്സിലാക്കും. അങ്ങനെ അറിയുമ്പോൾ പിന്നെ എന്നെ ബാധിക്കുന്ന ദുഃഖങ്ങൾ എനിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സൂചിപ്പിച്ച പോലെ, മഴത്തുള്ളി വന്ന് കടലിൽ വീണാൽ പിന്നെ ആ അടുത്ത ക്ഷണത്തിൽ മഴത്തുള്ളി ഇല്ല. പിന്നെ ഞാനും എന്താണ്? ആ മഴത്തുള്ളി സാഗരമായി മാറി. ഇതാണ് പരമമായ മോക്ഷം. ആ ആത്മാവ് അവിടെ ലയിച്ചു എന്ന് പറയുമ്പോൾ ആത്മാവ് വേറെ പരമാത്മാവ് വേറെ എന്നുള്ള സങ്കല്പത്തിലില്ല. എന്റെ ഉള്ളിലുള്ള ചിന്തകളെല്ലാം മാറി. എപ്പോഴാണോ എന്റെ ഉള്ളിലെ ദുഃഖം മാറിയത്, എന്റെ ആശങ്കകൾ മാറിയത്, പ്രതിസന്ധികൾ മാറിയത്, ആ സമയത്ത് ഞാൻ പരമാത്മാവായി ചേർന്നു അല്ലെങ്കിൽ ലയിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മൽഭക്തന്മാരോടുള്ള, പിന്നെ എങ്ങനെ നമുക്ക് ഭക്തിക്ക് വർധന ഉണ്ടാക്കാൻ പറ്റും, ഭക്തിയെ നമുക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മൽഭക്തന്മാരോടുള്ള നിത്യ സംഗമമതും മൽഭക്തന്മാരെ കഴിവോട് സേവിക്കുന്നതും ഏകദശ്യാദി പ്രധാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചു കൊള്ളുകയും. അതെങ്ങനെ നമ്മുടെ ഭക്തിയെ ഉയർത്താൻ പറ്റും, അല്ലെ? നമ്മള് അടുത്ത വീട്ടിൽ അവര് സ്കന്ധസൃഷ്ടി എടുക്കുന്നുണ്ട്, എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ, അല്ലെ? അങ്ങനെയല്ല. ഭഗവാനുള്ള സമർപ്പണമായിട്ട്, പൂർണ്ണമായ സമർപ്പണമായിട്ട് വ്രതങ്ങൾ അനുഷ്ഠിക്കുക. ഏകദശയാദി എല്ലാ വ്രതങ്ങളും നല്ലതാണ്. ഇതിനുവേണ്ടി നമ്മളെ ഒരുക്കിയെടുക്കുന്നതാണ്, നമ്മളെ ഒരുക്കിയെടുക്കുന്നതാണ്. 3 നേരമല്ല, 5 നേരമല്ല, 8 നേരം ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കാൻ വയ്യാതെ, നടക്കാൻ വയ്യാതെ ആകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ ശരീരത്തെ, ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നതും ഉണർത്തും, നമ്മളെ ഉയർത്തും വളർത്തും ഒക്കെ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും എന്ത്? ഈ പറഞ്ഞ വ്രതങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ വ്രതങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, ഉപവാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉപവാസം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അടുക്കലിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നമ്മള് ആഹാരത്തെ കുറിച്ച് ചിന്തിക്കില്ല. അപ്പോൾ സ്വാഭാവികമായി ഇത്തിരി വെള്ളം, പച്ചവെള്ളം കുടിച്ചാൽ മതി എന്ന് തോന്നിപ്പോ, വേറെ ഒന്നും വേണ്ടാക്കും. കാരണം ആ നിറഞ്ഞ മനസ്സിൽ പിന്നെ ആഹാരത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ടാണ് തപസ്സുകളായിട്ടുള്ളവര് ഹിമാലയ സാന്നിധ്യത്തിലൊക്കെ പോയിട്ട് അവര് ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അല്ലെ? ഇന്ന് ഈ ആഹാരം വേണ്ട, ഗോതമ്പ് കഞ്ഞി മതി. അവർ ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. അവരാ ഈശ്വരീയമായിട്ടുള്ള ആ കണക്ഷനിലാണ്. പള്ളിവാസലിൽ നിന്ന് വരുന്ന ആ ഒരു വൈദ്യുതി ഒഴുകിയെത്തി ഇവിടെ എത്തിയിട്ട് നമുക്കിവിടെ വെളിച്ചം തരുന്നു പറയുന്നത് പോലെ ആ പരമാത്മാവിൽ നിന്നുള്ള തേജസ് അവരിലേക്ക് നിറയുമ്പോൾ പിന്നെ വിശപ്പും മറ്റുള്ളതെല്ലാ ചിന്തകളും അവരിൽ നിന്ന് മാറി വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ ഭക്തരുമായിട്ടുള്ള സംഘമാണ് നമുക്കുണ്ടാകും. ഭക്തരെന്ന് പറഞ്ഞാൽ അമ്മയുടെ മക്കള്, ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തരുണ്ടല്ലോ, അങ്ങനെയുള്ളവരുമായിട്ട് നമ്മള് അടുക്കുക, ഏകദശയാദി വ്രതമനുഷ്ഠിക്കുക. അതിലൂടെ നമുക്ക് ശ്രേഷ്ഠ ഭക്തരാകാൻ പറ്റും. ഭാഗവതം പറയുന്നുണ്ട്, ഭക്തനെ കുറിച്ച് പറയുമ്പോൾ, ഭാഗവതം ഭക്തിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നവതാഭക്തി എന്നാ പറയുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഭക്തശ്രേഷ്ഠൻ അതാരാണ്? ഭാഗവതത്തിലെ ഭക്തശ്രേഷ്ഠൻ നമുക്കെല്ലാം അറിയാം, അല്ലെ? അത് പ്രഹ്ലാദനാണ്. ആ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ നരസിംഹമായി തൂണിലൊഴിച്ചിരുന്ന് പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. ഒന്ന് ആലോചിക്കുക, അല്ലെ? ആരെയാണ് അങ്ങനെ ഭഗവാൻ മാറോട് ചേർത്ത് വെക്കുക? അത്രമാത്രം തനിക്ക് പ്രിയപ്പെട്ടവനെ. അപ്പൊ ആ ഒരു തന്റെ പിതാവായിട്ടുള്ള ഹിരണ്യകശിപുവിനെ രക്ഷിക്കാനായിട്ട് സ്വന്തം മകനെ, ആ ഹിരണ്യകശിപുവിന്റെ പുത്രനായിട്ടുള്ള ആ
ആ ഒരു വംശത്തിൽ അസുരവംശത്തിൽ ജനിച്ചിട്ടുള്ള ആ കുട്ടിയെ ഭഗവാന് പ്രിയപ്പെട്ടവനായതുകൊണ്ട് അല്ലെ അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നരസിംഹ അവതാരം എടുത്തത്. ആ പ്രഹ്ലാദനാണ് അവതാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്താ? ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം സഖ്യം ദാസ്യം അവസാനമാണ് ആത്മനിവേദനം. അവസാന ആത്മനിവേദനത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. അതാണ് 9 തരത്തിലുള്ള ഭക്തിയെ കുറിച്ച്. ആദ്യം നമ്മൾ കേൾക്കണം. വരുമ്പോ അമ്മയുടെ കീർത്തനങ്ങൾ കേട്ട് 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 ഒരു പാത്രം നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ പൈപ്പിൽ നിന്ന് വെള്ളം വീണ് പാത്രം നിറഞ്ഞാൽ പിന്നെ അത് ഒഴുകി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് അവസാനം നമ്മൾ ആ കീർത്തനം കേട്ട് കേട്ട് നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലാൻ തുടങ്ങും. ശ്രവണം, അത് കഴിയുമ്പോൾ കീർത്തനം, അത് അപ്പോഴാണ് ചൊല്ലാനായിട്ട് തുടങ്ങുക. ശ്രവണം, കീർത്തനം, സ്മരണം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, അവസാനം സഖ്യം. അല്ലെ, നമുക്ക് ദാസ്യം എങ്ങനെയാണോ ഹനുമാൻ സ്വാമി ആ ഒരു ദാസ്യനെ പോലെ ദാസനെ പോലെ എന്നത് അല്ലെ, സഖ്യം ആ എങ്ങനെയാണ് പിന്നെ കൃഷ്ണനും അർജുനനും എങ്ങനെയായിരുന്നു അല്ലെ എന്ന് പറയുന്നത് ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അവസാനം ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അതിന് ആദ്യം വേണ്ടതാണ് ശ്രവണം, കേൾക്കുക, കേട്ടു തുടങ്ങുക. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് അതൊരു സത്സംഗമാണ് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ, ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിത് നിത്യമായി പാഠം ചെയ്യുക ജ്ഞാനമകന്നു പോവും. ഭക്തി സംയുക്തന്മാരും യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്തസംസ്ഥിതമല്ലോ മുക്തി എന്നറിഞ്ഞാൽ. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം വെച്ചാല് ഭക്തനാണെന്നുണ്ടെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കണം, ഭക്തനല്ലെങ്കിൽ ചോദിച്ചപ്പോൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാവരോടും ഇത് ഉപദേശിക്കേണ്ട കാര്യമല്ല, എല്ലാവരോടും പറയേണ്ട കാര്യം. ആവശ്യമെങ്കിൽ ലക്ഷ്മണൻ എങ്ങനെയാണ് ഇപ്പൊ വന്നിട്ട് എനിക്കത് മുക്തിമാർഗത്തെ കുറിച്ച് പറഞ്ഞു തരണം, ഭക്തിമാർഗത്തെ കുറിച്ച് പറയണം, വിജ്ഞാനത്തെ കുറിച്ച് പറയണം എന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു. ഇത്രയും കാലം ഭഗവാന്റെ കൂടെ ആണെന്നോളാം. ഭഗവാൻ ഇതിനു മുമ്പ് ലക്ഷ്മണോദശം നൽകിയത് ഇങ്ങനെ ക്രോധാഗ്നി കൊണ്ട് കത്തിക്കാണിയ സമയത്ത് ദശരഥ പിതാവിനെ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിലാക്കി വേണമെങ്കിൽ ഞാൻ ജ്യേഷ്ഠന്റെ അഭിഷേകം നിർവഹിക്കുമെന്ന് പറഞ്ഞങ്ങനെ ആ ഒരു പ്രത്യേക സന്നിഗ്ധാവസ്ഥയിലാണ് ഭഗവാൻ ഉപദേശിച്ചത്. ഇപ്പോഴും ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ ആരോട്? ആവശ്യമില്ലാത്തവരോട്, ഇതിനെ അവഗണിക്കുന്നവരോട്, അവജ്ഞയോട് കാണുന്നവരോട് ഇതൊന്നും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ആയിട്ടില്ല. ഈ ഒരു 1000 ജന്മം കഴിഞ്ഞാലേ അവർക്ക് ആകുകയുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. 1000 ജന്മം എടുത്താൽ അവർ ഈ നിലയിലേക്ക് വീഴുകയുള്ളൂ. ഓരോ ജന്മത്തിൽ നമ്മുടെ ഈ തേച്ചു മിനിക്കുകയാണ്. എപ്പോഴാണോ ഓരോ തങ്കത്തിന് സ്വർണത്തിന് ഓരോ അടിയിൽ കൊള്ളുമ്പോൾ അതിന്റെ തിളക്കം കയറുന്നു എന്ന് പറയുന്നത് പോലെ ഓരോ ജന്മത്തിലും വന്ന് അനുഭവിച്ച് ഒരു കാലം വരെ കുറെ കാലം യുഗങ്ങളോളം ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞു കൊടുത്താൽ എല്ലാവരും ഇനി വന്ന് ഞാൻ രാമായണം പറയാം, അതിന്റെ ആവശ്യം ഇല്ല. അപ്പൊ പിന്നീട് ശൂർഭണാഗമനമാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ മുക്തിമാർഗത്തെ കുറിച്ച് രാമൻ പറയുന്ന വേളയാണ്, ആശ്രമത്തിലാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്ന ഒരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി. അപ്പോഴൊരു രാക്ഷസി, ജനസ്ഥാനം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആ ഒരു എന്താ പറയുക രാക്ഷസിയായിട്ടുള്ള യാമിനീചരി. യാമിനി എന്ന് പറഞ്ഞാൽ രാത്രി, രജനി എന്നൊക്കെ പറയും. രാത്രി എന്ന് പറഞ്ഞാല് രാത്രി സഞ്ചാരി അല്ലെ. അപ്പൊ അതുകൊണ്ട് നിശാചിനി എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഇവിടെ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി. കാമരൂപിണി നമ്മൾ കണ്ടു, താടകാവതത്തിൽ പറയുമ്പോഴും കാമരൂപിണി എന്ന് പറഞ്ഞു. കാമരൂപിണി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആഗ്രഹിക്കുന്ന രൂപം കൈക്കൊള്ളാൻ കഴിവുള്ളവർ. അതാണ് കാമം എന്നാണ് ഇവിടെ ആഗ്രഹം. ആഗ്രഹിക്കുന്ന രൂപത്തെ സ്വീകരിക്കാൻ കഴിവുള്ള. താടക എങ്ങനെയായിരുന്നു? അവസാനമാണ് പിന്നീട് അല്ലെ കണ്ട് യഥാർത്ഥ രൂപം കാണുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ സുന്ദരിയാണ്, മനോഹരിയാണ്. പാദസൗന്ദര്യം കണ്ട് മോഹിതയാകയാലേ കൗതുകം ഉൾക്കൊണ്ട് രാമാശ്രമം പൂക്കൾ. എന്തുകൊണ്ടാണ് കൗതുകത്തോടുകൂടി ആ സുന്ദരിയായ നിശാചരി അല്ലെ, നിശാചരിയാണ് പക്ഷെ സുന്ദരിയാണ്, കാണുന്നവർക്കൊക്കെ വളരെ സുന്ദരിയാണെന്ന് തോന്നും. പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി പാദത്തിന്റെ എന്താ പറയുക ആ പാദപത്മങ്ങൾ ആരുടെ? ശ്രീരാമേന്ദ്രദേവന്റെ പാദപതനമുണ്ടായ മണ്ണില് ആ അടയാളങ്ങൾ കണ്ടു. ഈ പറഞ്ഞ തോട്ടിയും അങ്കുശവും താമരയും ഒക്കെ പതിഞ്ഞിരിക്കുന്നു. ഒരാളുടെ പാദത്തിന്റെ നിഴൽ അല്ലെങ്കിൽ അതിന്റെ ഛായ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ഇവിടെ ശൂർപ്പണഖ ആശ്രമത്തിൽ രാമാശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിയിട്ടോ കൗതുകം ഉൾക്കൊണ്ട് രാമാശ്രമകം പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം. എങ്ങനെയാണ് ഭാനുമണ്ഡല സഹസ്രോജ്വലം? ഭാനുമണ്ഡലം ആ സൂര്യൻ ഇങ്ങനെ ഉദിക്കുമ്പോൾ നമുക്ക് കണ്ണിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെ തിന്നാം എന്ന് പറയുന്ന പോലെ ഇവിടെ ആ സഹസ്രമാണ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വരുന്ന സൂര്യന്റെ അവസ്ഥ എന്തായാലും കണ്ണ് നമുക്ക് തുറക്കാൻ അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. ആ
ആ ഒരു സൂര്യൻ തേജസ്സോടുകൂടി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന രാമനെ കുറിച്ച് പറയുകയാണ്. ചോദിക്കുകയാണ്, സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞ് ഇന്ദിരാവരനോട് മന്ദമായി വില ചെയ്താൽ ആരടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചത് താപസവേഷമെന്നും എന്ന് ചോദിച്ചിട്ട് പറയാം. സ്വയം അങ്ങോട്ട് പരിചയപ്പെടുത്താൻ ഞാൻ ആരാണ്? എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടം നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. കരദൂഷണ തൃശിരാക്കളം പ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പത് സദാ. ഞാനിപ്പോ ജനസ്ഥാനത്താണ് ഇരിക്കുന്നത്. ഞാൻ ആരാണ്? രാവണന്റെ ഭഗിനിയാണ്, സഹോദരിയാണ്. പിന്നെ എനിക്ക് വേറെ സഹോദരന്മാരുണ്ട്. ആരൊക്കെയാണ്? ഖരനുണ്ട്, ദൂഷണനുണ്ട്, ഋഷിരസുണ്ട്. അവരൊക്കെ പക്ഷെ കസിൻ പ്രദേശത്താണ് കേട്ടോ, നേരിട്ടുള്ളതല്ല. രാവണനാണ് നേരിട്ടുള്ള സഹോദരൻ. നമ്മൾ പറയില്ല ചേട്ടപ്പി അനീതി മക്കൾ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള സഹോദരങ്ങളാണ് ഖരൻ, ദൂഷണനും ഋഷിരസും. അപ്പോ ഞാൻ ജനസ്ഥാനത്ത് വസിക്കുകയാണ് എന്നൊക്കെ അങ്ങോട്ട് പരിചയപ്പെടുത്തുകയാണ്. പിന്നെയോ നിന്നെ ഞാനാരെന്നത് അറിഞ്ഞീലതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിതേ എന്ന് പറയാനും നിഷ്കളങ്കനായ രാമൻ തന്നെ പരിചയപ്പെടുത്തി. അല്ലെ, ആര് വന്നാലും പറയും ഞാൻ ദാശരഥിയാണ്, ഞാൻ അയോധ്യയിൽ നിന്ന് വരികയാണ്, അച്ഛന്റെ വാക്കുകൾ പിന്തുടർന്നാണ് വരുന്നതെന്നൊക്കെയുള്ള കാര്യം വളരെ എളിമയോടുകൂടി പറഞ്ഞു കൊടുക്കുക. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമൻ എന്നല്ലോ നാമം. എന്നുടെ ഭാര്യകൾ ജനകാത്മജാസീത തന്നെയെ മൽഭ്രാതാവായ ലക്ഷ്മണനിവനടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്ക് മനോഹരൻ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി. എന്താ നിശാചരി? ആ രാക്ഷസി എന്താ പറയുന്നത്? ചൊല്ലുന്നത് എന്താണ്? എന്നോട് കൂടെ പോന്ന് രമിച്ചു കൊള്ളണം നീ, നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. എന്താ പറയുന്നത്? എന്നെ വിവാഹം കഴിച്ച് എന്റെ കൂടെ താമസിക്കണം. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്നൊക്കെ പറഞ്ഞു, സമയമില്ല. വളരെ തിരക്ക് പിടിച്ചിട്ടാണ് ആന്റെ നിശാചരിയായിട്ടുള്ള ഈ ശൂർപ്പണഖ വന്നത്. എന്നിട്ട് പറയാം, നിന്നെ അല്ലെങ്കിൽ എന്നെ നീ വിവാഹം കഴിക്കണം, എന്റെ കൂടെ താമസിക്കണം, വേറെ കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും രാമൻ പറഞ്ഞു, ഞാനിത് തപോധരനാണ്, എന്റെ വേഷം കെട്ടില്ലേ, ഞാനിവിടെ വൽക്കലങ്ങളൊക്കെ ധരിച്ച് മരുപുരി ധരിച്ച് മകുടത്തിന് കിരീടം, രാജാ കൊട്ടാരത്തില് കിരീടം ധരിച്ചിരിക്കേണ്ട ഞാനിപ്പോൾ എന്താ ധരിച്ചിരിക്കുന്നത്? ശരിക്കും ജഡയാണ്, ജഡയാകുന്ന കിരീടം ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് രാമൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോഴോ ഒരു സംഘവും നിന്നോട് എനിക്കൊരു ആസക്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ അതിനുള്ള പറ്റുന്ന സാഹചര്യത്തിലല്ല. പിന്നെന്താണ്? അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, അവിടെ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നിന്നെ സ്വീകരിച്ചേക്കും, നീ അങ്ങോട്ട് ചെല്ലൂ എന്ന് പറഞ്ഞ് ലക്ഷ്മണന്റെ അടുക്കലേക്ക് പറഞ്ഞു. എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം, മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ. നീ ദാസിയാവാൻ തക്കവളല്ലോ എന്നു നീ ചൊല്ലിട അഖിലേശ്വരനായ രാമൻ തന്നോട്. തവ കുലശീലാചാരങ്ങളെല്ലാം എന്നാലും നേരം തന്നെ കൈക്കൊള്ളുമല്ലോ. രാമൻ എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ലക്ഷ്മണനോട് ഞാനൊരു ദാസൻ മാത്രമാണ്, ഞാൻ ആരുമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞിട്ട് ആ നിഷ്കളങ്കത്വം നിരപരാധിത്വം ഒക്കെ പറഞ്ഞിട്ട് നേരെ രാമന്റെ അടുക്കിലേക്ക് വീണ്ടുവച്ചു. അപ്പോൾ ശൂർപ്പണഖ പറയുകയാണ്, എന്നെ നീ പരിഗ്രഹിച്ചിടുക. രാമനോട് പറയുക, നല്ലു നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാം. മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരുമനാരദം. ഈ ഗിരി കാനന പ്രദേശങ്ങൾ, ഈ പർവ്വതങ്ങൾ വിവിധങ്ങളിൽ അല്ലെങ്കിൽ ഈ കാട്ടിലെല്ലാം എല്ലാവിധ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് നിനക്ക് സുഖമായിട്ട് താമസിക്കാം എന്നുള്ളൊരു ഓഫർ ശൂർപ്പണഖ രാമന്റെ മുന്നിൽ വെക്കുകയാണ്. അപ്പോൾ രാമൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ 2025 ഈ മാസം കർക്കിടകത്തിൽ ഇരുന്ന് രാമായണം പാരായണം ചെയ്യുമ്പോൾ എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വീടുകളിൽ ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് കുടുംബ ബന്ധങ്ങൾ, ഒരുപാട് കുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെടുകയും അമ്മയെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന ആ ഒരു കാലത്ത് രാമൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണം, അവനതിനാലെന്നും തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവം ഒന്ന് കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചു കൊള്ളും, അവനില്ല സംശയമേതും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഏകപത്നി വ്രതക്കാരൻ, മര്യാദ പുരുഷോത്തമനായ രാമൻ
അത് മാത്രമല്ല ഏകപത്നി വ്രതക്കാരൻ, സ്ഥിരത്തിനപ്പുറത്ത് ഒരു സ്ത്രീയെ കുറിച്ച് എവിടെയും പറയാൻ ചിന്തിക്കാത്ത ആ രാമന്റെ പ്രാഭവം എന്താണ്, പ്രഭാവം എന്താണ്, രാമന്റെ ആ ഒരു ഭക്തി എന്തെങ്കിലും, രാമൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, രാമൻ എങ്ങനെയാണ് മാർഗദീപമായത്, രാമൻ എങ്ങനെയാണ് വഴികാട്ടിയായത് എന്ന് നമ്മളെ വ്യക്തമാക്കി തരികയാണ്. അപ്പോ രാമൻ പറഞ്ഞ കാര്യം എന്താണ്? എനിക്ക് ഒരുത്തനാണെങ്കിൽ ഒരുത്തി വേണം, എനിക്ക് സീതയുണ്ട്, അല്ലെ? പിന്നെ ഒരാളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ആ ഒരു വലിയ കരുത്ത്, മനസ്സിന്റെ ഒരു കരുത്ത്, അല്ലെ, ഒരു ആർജവം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുക. ലക്ഷ്മണന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടതിന് എന്താ കാരണം? ലക്ഷ്മണൻ വീണ്ടും രാമന്റെ അടുക്കിലേക്ക് പറഞ്ഞു വെച്ചു. രാമൻ വീണ്ടും ലക്ഷ്മണന്റെ അടുക്കിലേക്ക് വെച്ച് അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കുറെ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവസാനം യഥാർത്ഥമായ കാമരൂപിണിയായ, അല്ലെ, സുന്ദരിയായ മനോഹരിയായ ശൂർപ്പണഖ അവളുടെ യഥാർത്ഥ രൂപം പെട്ടെന്ന് എടുക്കുകയാണ്. സുന്ദരിയായിട്ട് വന്നവളാണ്. അപ്പൊ നിശാചരിയായിട്ട് യഥാർത്ഥമായിട്ടുള്ള രൂപം എടുക്കുകയാണ്. എന്നിട്ടോ എന്താ ചെയ്യുന്നത്? പ്രേമവും ആലസ്യവും പൂണ്ട് രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ട അഞ്ജന ശൈലം പോലെ കായാകാരവും ഘോരദംശ്രയും കൈക്കൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ട് സീതാദേവിയോടടുത്തപ്പോൾ എല്ലാ രൂപവും, അല്ലെ, മനോഹരിയാണ്. മനോഹരി എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുന്നത്? നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല മുഖം, അംഗലാവണ്യം, അതിനെ കുറിച്ചാ പറയുന്നത്. സ്ത്രീ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ പറയും. ഇവിടെ അങ്ങനെയുള്ള സുന്ദരിയായിരുന്നു ശൂർപ്പണഖ, അല്ലെ? പേരിൽ സൗന്ദര്യമില്ലെങ്കിലും കാണുമ്പോൾ വലിയ സൗന്ദര്യമായിരുന്നു, മനോഹരിയായിരുന്നു. പെട്ടെന്ന് അവൾ ആ രൂപം വെടിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് തന്റെ യഥാർത്ഥ രൂപം എടുത്തു കോപാക്രാന്തയായിട്ട് മാറി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അഞ്ജന ശൈലം, ഒരു കറുത്ത പർവ്വതം എങ്ങനെയാണോ അതേപോലെ തോന്നിച്ചു. മനസ്സിലായല്ലോ? അപ്പോ പിന്നീട് ദംഷ്ട്രകൾ ഇങ്ങനെ അവിടെ നിന്നൊക്കെ പല്ലുകളൊക്കെ നമുക്കറിയാലോ, അല്ലെ? നിശാചരികളെ കാണുമ്പോൾ അങ്ങനെ പല്ലുകളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായ ഒരു മനോഹരമായിട്ട്, അല്ലെങ്കിൽ മനോഹരിയായിട്ട് സുന്ദരരൂപയായിരുന്നവള് പെട്ടെന്ന് എല്ലാവരെയും ഭയപ്പെടുത്തുന്നവളായി മാറി. ഭയങ്കര ഒരു ഭീകര സത്വത്തിന്റെ രൂപമായി. അങ്ങനെയല്ല പറയുന്നത്, ശരിക്കും രൂപമെന്നല്ല പറയുന്നത്. ഈ ഭീകര തത്വത്തിനപ്പുറത്ത് എന്താ പറയുന്നത്? നീ അഞ്ജന ശൈലം പോലെ, ആ കറുത്തൊരു പർവ്വതം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ആളുകൾ പേടിച്ചു പോയില്ലേ, അതേപോലെ കണ്ടു എന്നാണ് പറയുക. ഈ സമയത്ത് സംഭ്രമത്തോട് രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. രാമൻ തടുക്കാനായിട്ട് ശ്രമിച്ചതേ ഉള്ളൂ. രാമൻ സീതാദേവിയുടെ നേരത്തെ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി രാമന്റെ അടുക്കൽ വന്നു, ലക്ഷ്മണന്റെ അടുക്കൽ പോയി. ലക്ഷ്മണൻ തിരിച്ചുവിട്ടു, രാമന്റെ അടുക്കൽ വന്നു. വീണ്ടും അങ്ങനെ കുറെ തവണ നടന്നപ്പോൾ കോപാക്രാന്തിയായിട്ടാണ് ഇത് സംഭവിച്ചത്. സീതാദേവിയുടെ അടുക്കലേക്ക് വന്നു. രാമൻ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പെട്ടെന്ന് വാള് ഊരിയെടുത്ത് ലക്ഷ്മണൻ എന്ത് ചെയ്തു? ആക്ഷൻ, അല്ലെ? ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി കുറയിട്ടു. ആ ശരീരഭാഗങ്ങൾ മുറിക്കാവുന്നതൊക്കെ മുറിച്ചു മാറ്റിയിട്ട് നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലം പർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരും അരുവിയാറുപോലെ. എങ്ങനെയാണോ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് 5-6 അരുവികൾ ഒഴുകി വരുന്നത്, അതേപോലെ അവളുടെ ശരീരത്തിൽ നിന്ന് രക്തത്തിന്റെ പുഴകൾ ഒഴുകി വന്നു എന്നാണ് പറയുന്നത്. ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഭീതിപ്പെടുത്തുന്ന ഭയങ്കരമായ രൂപത്തോടുകൂടി ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൽ രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോളെന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിന്. രാമന് മനസ്സിലായി ഇനിയിപ്പോ എന്ത് സംഭവിക്കും, അല്ലെ? നാരദ മഹർഷി വന്ന് കൊട്ടാരത്തിൽ വിവാഹം കഴിഞ്ഞ് അവിടെ താമസിക്കുന്ന വേളയില് രാമനോട് എന്ന് പറയുന്നത് എന്താണ്?
എല്ലാവരും കാത്തിരിക്കുക, ദേവന്മാരെ കാത്തിരിക്കുക, മറന്നു പോകരുത്. അഭിഷേകത്തിന്റെ തിരക്കിൽപ്പെട്ടിട്ട്, വിവാഹത്തിന്റെ തിരക്കിൽ, വിവാഹ ജീവിതത്തിന്റെ തിരക്കിൽപ്പെട്ടിട്ട് മറന്നു പോകരുത്. ദൗത്യം എന്താണെന്ന കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് ദേവലോകം നാരദനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പ്രാരബ്ധം തീരട്ടെ. പ്രാരബ്ധം തീർന്നാലേ ഒരാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. രാവണന്റെ പ്രാരബ്ധം തീരട്ടെ. ഞാൻ നാളെ തന്നെ പോകുന്നുണ്ട് വനത്തിലേക്ക്. പക്ഷെ അത് 13 വർഷം നടക്കാൻ വേണ്ടിയിട്ട് പോവുക. അത് കഴിഞ്ഞാലേ രാവണന്റെ സമയമാവുകയുള്ളൂ. ഇപ്പൊ ഭഗവാൻ പറയുകയാണ്, എന്തായി, രാവണൻ വരും. ആ ദേവദേവൻ അരുൾ ചെയ്തു, രാവണൻ തന്റെ വരവുണ്ട്. കാരണം അതിനുള്ള സമയം അല്ല, ഓരോ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ. ഒരു ആധുനികമായ കാലത്ത് 2025 നമ്മൾ സിനിമ എടുക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഓരോ ദൃശ്യങ്ങളും നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ വെള്ളിത്തിരയിലതിനേക്കാൾ മനോഹരമായി കൊണ്ടുവന്ന് വളരെയധികം ബന്ധിപ്പിച്ച് കാട്ടിത്തരികയാണ് രാമായണം. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു സ്ത്രീയല്ലേ, പാവമല്ലായിരുന്നു. എന്തായിക്കോട്ടെ, രാവണന്റെ സഹോദരിയാണെങ്കിൽ ശരി, നിശാചരിയാണെങ്കിൽ ശരി, എന്നാലും സ്ത്രീയല്ല. ആ സ്ത്രീയെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കബളിപ്പിക്കണമായ ഒരു കാര്യം പറഞ്ഞിട്ടാൽ പോരായിരുന്നു എന്നൊക്കെ നമുക്ക് ചോദിക്കാല്ലേ. ഭഗവാന്റെ പദ്ധതി ഭഗവാന് മാത്രമേ അറിയുള്ളൂ എന്നാണ് അതിന്റെ മറുപടി. ഭഗവാന്റെ കാര്യം ഭഗവാന് നമുക്കറിയില്ല. നമ്മുടെ കുഞ്ഞു മനസ്സിൽ, അല്പ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. കാരണം രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അതിനൊരു എന്ത് വേണം? ഒരു കച്ചത്തിരിമ്പ് വേണം. ആ കച്ചത്തിരിമ്പായിരുന്നു ശൂർപ്പണഖ. ശൂർപ്പണഖയെ ശരി, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് താപസന്മാരാന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ രാവണൻ വരാൻ പറ്റുമോ? വരാൻ പറ്റില്ല. അപ്പോ ഭഗവാന്റെ ദൗത്യം ഏറെ പെട്ടെന്നാക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഘടകമായിട്ടാണ്, അതിനുള്ള കാരണമായിട്ടാണ് ശൂർപ്പണഖ ഇവിടേക്ക് വന്നത്. നമ്മൾ 12ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ. എപ്പോഴാണ് തീരേണ്ട സമയമാകുമ്പോഴാണ്. കാരണം നമുക്ക് പരമാവധി സമയം 3/4 മണിക്കൂർ പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് 3/4 മണിക്കൂറിൽ കൂടുതലെടുത്ത് പാരായണം ചെയ്യുന്ന ഭാഗം പറഞ്ഞു വരുത്താനായിട്ട് നമുക്ക് 3 മണിക്കൂറെങ്കിലും വേണം. പക്ഷെ അതിനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. കരവധത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം ചുരുക്കി പറയാനും പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ തീരെ 10, 14, 15 പേജ് ഇന്നത്തെ പാരായണത്തിന്റെ ഭാഗമുണ്ട്. അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ വളരെ ചുരുക്കി പറയാം. സമയം നമുക്ക് വളരെ പരിമിതമാണ്. അത് എന്തെങ്കിലും ചെയ്തെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുള്ളൂ. അപ്പൊ കരവധത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്റെ ശരീരഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വളരെയധികം കോപാക്രാന്തയായി വിഷമിച്ച് വളരെ ദുഃഖം അനുഭവിച്ച് വേദന അനുഭവിച്ച് ഓടി വരികയാണ്. നേരത്തെ പറഞ്ഞു 3 പേര് സഹോദരന്മാർ, കസിൻ പ്രദേശം എന്നൊക്കെ പറഞ്ഞു അല്ലെ. ആ സഹോദരന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. ഖരനോടാണ് ഇത് പറയുന്നത്. ഖരനോട് പറയുമ്പോൾ ഖരൻ എന്ത് ചെയ്യുന്നു? ആ 14 പേരെ പറഞ്ഞയച്ചിട്ട് പറയുന്നു, 14 രാക്ഷസന്മാരെ പറഞ്ഞയച്ചിട്ട് അവരെ എല്ലാവരും റെഡിയാക്കിയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞയക്കുന്നു. അവരെ അങ്ങനെ പറഞ്ഞയച്ച ഖരന്റെ വാക്കുകൾ കേട്ടിട്ട് 14 രാക്ഷസന്മാർ വരുന്നു. രാമന്റെ ശരത്തിന് അവരെല്ലാം ഭക്ഷണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഒരുപാട് രാക്ഷസന്മാരെയും കൊണ്ട് വീണ്ടും ആക്രമിക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. അങ്ങനെ ശ്രമം നടത്തുമ്പോഴത്തേക്കും 14,000 നിന്ന് 14,000, കാരണം അവർക്ക് മനസ്സിലായി 14 പേര് പോയിട്ട് ഒരു ഞൊടിയുടെ കൊണ്ട് രാമൻ അവരെയൊക്കെ തെക്കോട്ട് അയച്ചു എന്ന് പറയാം. അപ്പൊ 14,000 പേരാണ്. അപ്പം ഈ രാമനെയും അവരുടെ കൂടെയുള്ള അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമുക്ക് അടക്കാൻ പറ്റില്ല. രാമനെ കുറിച്ച്, ലക്ഷ്മണനെ കുറിച്ച്, സീതാദേവിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഈ 14,000 രാക്ഷസന്മാർ വരുന്നത്. അവരെ 14,000 പേരെ 3.25 നാഴിക കൊണ്ട് ഇല്ലാതാക്കി എന്ന് പറയും. ക്ഷണനേരം എന്ന് പറയുന്ന 3.25 നാഴിക അത്ര ചെറിയ സമയമാണ്. ആ 14,000 പേരെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ വധിച്ച് അല്ലെങ്കിൽ അവരെ നിഗ്രഹിക്കുന്ന സമയം നോക്കുമ്പോൾ വളരെ ചെറിയ സമയമാണ് ഈ 3.25 നാഴിക. അതുകൊണ്ട് രാമൻ അവരെ ഇല്ലാതാക്കി എന്നാ പറയുന്നത്. അതിനെക്കുറിച്ച് കുറെ അധികം, കാരണം ഈ 14,000 പേര് വന്നു, അവരെ ഇല്ലാതാക്കി കഴിയുമ്പോൾ ഈ ഇവരെ പറഞ്ഞിട്ട് ഖരൻ തന്നെ വരിക. ഖരൻ തന്റെ സഹോദരങ്ങളായിട്ടുള്ള ദൂഷണൻ, ത്രിശിരസ് നേരത്തെ സൂചിപ്പിച്ചു, അവരുമായിട്ട് വരും. ത്രിശിരസിന്റെ പ്രത്യേകത, ത്രിശിരസ് പേര് പോലെ തന്നെ 3 ശിരസ്സുണ്ട്. ത്രിശിരസ്. അപ്പൊ കൂടുതൽ ആക്രമണത്തിനൊക്കെ കൂടുതൽ ആ ഒരു ഗാംഭീര്യം കൂടും, കരുത്ത് കൂടും. അങ്ങനെയുള്ളവര് വരികയാണ്. ഭഗവാന്റെ ശരങ്ങള് അവരുടെ ഓരോരുത്തരുടെയും ശിരസ് ചെയ്ത് താഴെയിട്ടു. അവസാനം ഖരനുമായിട്ടുള്ള യുദ്ധമാണ്. ഖരൻ നിസ്സാരക്കാരനല്ല, ഒരുപാട് കഴിവുള്ളവനാണ്. ആ ഖരന്റെ നേരെ ശരിക്കും ഭഗവാൻ ഒരു അങ്ങോട്ട് അയക്കുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് 100 അയക്കും. അപ്പൊ ഭഗവാൻ അതിനെ 1000 തിരിച്ചു വിടും. ഇങ്ങനെ വളരെയധികം ശക്തമായ യുദ്ധം കുറച്ചു നേരം നടന്നു. അതിനുശേഷം ഈ ഖരന്റെ ശിരസ് ഭഗവാന്റെ ശരത്തില് നേരെ പോയി ലങ്കയുടെ ഉത്തര ഭാഗത്തുള്ള വാതിലിന്റെ സമീപത്തിൽ നിന്ന് വീണു എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുക, കാരണം നമുക്കിത് തീർക്കാൻ പറ്റില്ല. അവസാനം എല്ലാവരും നഷ്ടപ്പെട്ടു. 14 പേരെ നഷ്ടപ്പെട്ടു. 14 രാക്ഷസന്മാർ വന്നു, ഒന്നും സംഭവിച്ചില്ല. അവര് മരിച്ചതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. 14,000 പേർ വന്നു, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അവസാനം രാവണ ഭഗിനിയും
രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൽ സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീടുടൻ മുറയിട്ടാൽ. നേരത്തെ നമ്മൾ പറഞ്ഞു അഞ്ജനശൈലം വരുന്നത് പോലെ അല്ലെ, രൂപം മാറി. അതേപോലെ തന്നെ രാവണന്റെ മുന്നിലേക്ക് അവള് വരിക. അവള് വന്നിട്ടോ ആകപ്പാടെ ശരീരഭാഗങ്ങളൊക്കെ മുറിഞ്ഞിരിക്കുന്നു, രക്തമൊഴുകുന്നു, കോപാക്രാന്തയാണ്, ദുഃഖിതയാണ്, വേദന കൊണ്ട് കുളയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഈ ശൂർപ്പണക എന്തിതുവത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്ത് വൈരൂപ്യം വന്നിടുവ. നേരത്തെ കണ്ട ഒരാൾക്ക് ഇത് ശൂർപ്പണകയാണെന്നല്ല മനസ്സിലാകില്ല, കാരണം ശരീരത്തിന്റെ പല ഭാഗങ്ങളും മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലെ, നമ്മുടെ മൂക്ക് മാറിയാൽ തന്നെ മനുഷ്യന്റെ ആ മുഖത്തിന്റെ ഭയങ്കര വ്യത്യാസമായിരിക്കും, വലിയ വ്യത്യാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് രാവണനെ ചോദിക്കും, എന്താണ് വൈരൂപ്യത്തിന് എന്താണ് കാരണം എന്ന് ചോദിക്കുന്നു. അപ്പോഴോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ സത്യം ചൊല്ലുക എന്ന് പറയുന്ന നേരത്തെ എത്രയും മറുപടി പറയുന്നത് ഇങ്ങനെയാണ്. ശൂർപ്പണക രാവണനോട് പറയുകയാണ്, എത്രയും മൂടൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷടൻ എന്തറിഞ്ഞി. തന്റെ ദേഷ്യവും കോപവും രാമനെ കിട്ടാത്തതിലുള്ള വേദന ഒരു ഭാഗത്ത്, അവിടെ നിന്ന് അപമാന ഭാഗത്തോടുകൂടി ശരീരഭാഗങ്ങളില്ലാതെ വന്നതിന്റെ വേദന മറുഭാഗത്ത്. അങ്ങനെ ആകെ കരഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആക്ഷേപിക്കാൻ, രാവണനെ ആക്ഷേപിക്കാൻ ആലോചിച്ചു. രാവണനോട് പറയണ്ട, സ്ത്രീജിതനല്ലേ നീ മൂഢനല്ലേ, നീ കണ്ട സ്ത്രീകളുടെ മുഴുവൻ നടക്കുന്നവനല്ലേ, നിനക്ക് ഇക്കാര്യത്തെ എവിടെ അറിയാനാണ്, രാജാവെന്ന് പറഞ്ഞ് നടക്കുന്നു, പ്രമത്തനല്ലേ, നീ പാനസക്തനല്ലേ, വലിയൊരു മദ്യം, ഇതൊക്കെ പറയാവുന്നതെല്ലാം പറഞ്ഞു. രാജാവൻ എന്തുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃത ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും. എന്റെ പ്രധാന പരിപാടി നാരീ സേവ, പിന്നെ പാനം ചെയ്യുക, ഇതൊക്കെയാണ് എന്റെ പ്രധാനം. നിനക്ക് ചാരചക്ഷുസ് എന്ന് പറയുന്നത് നിനക്കില്ലാത്ത ചാരചക്ഷുസ് എന്താ? രാജ്യങ്ങൾക്കൊക്കെ രാജ്യത്തിൽ നടക്കുന്ന വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി ഒരു രഹസ്യ സേന ഉണ്ടാവും, പോലീസിലുണ്ടാവും, പട്ടാളത്തിലുണ്ടാവും, ഇന്റലിജൻസ്, അങ്ങനെ വ്യത്യസ്തമായ സേനകൾക്കൊക്കെ ഉണ്ടാവും. രാജകൊട്ടാരത്തിലും അതുപോലെ ഉണ്ട്, രാജാക്കന്മാർക്കും ഒക്കെ ഉണ്ടാവും. അവിടെ നടക്കുന്ന ഏതൊരു ചെറിയ കാര്യവും രാജാവിന്റെ അടുത്ത് രഹസ്യമായിരിക്കും. നിനക്ക് നീ എന്തറിയുന്നു? ഇത്രയും വലിയ കാര്യം നടന്നു, ഈ കാട്ടിൽ ഇതൊക്കെ നടന്നു, 14 പേര് നിന്റെ കൂടെയുള്ള 14 പേര് പോയി, അവരെ ഇല്ലാതാക്കി, 14,000 പേര് വന്നു, അവരെ ഇല്ലാതാക്കി, നീ വല്ലതും അറിയുന്നുണ്ടോ എന്നുള്ള ഭാവത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. പ്രഹ്ലാദേന വേഗേന ബാണഗണം. അതിനെ കുറിച്ച് ആ കഥ എന്താണ് നമ്മൾ കണ്ടു, അതുകൊണ്ട് അത് പറയണ്ട. എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലമകൻ കൊല്ലുവാനെന്നും എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ. അപ്പൊ കാര്യം പറയുകയാണ്, എന്താ പറയുന്നത്? യാതുധാനാധിപതേ, ഈ രാക്ഷസന്മാരുടെ വിശാലന്മാരുടെ നേതാവായിട്ടുള്ളവനെ കേട്ടാലും പരമാർത്ഥം എന്ന് പറഞ്ഞിട്ട് തനിക്ക് സംഭവിച്ചത്. ഞാൻ ഒരു ദിവസം ജനസ്ഥാനത്ത് വസിക്കുമ്പോൾ ഇങ്ങനെ പോയി പഞ്ചവടിയിൽ പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് രാമനെ കാണാനായിട്ട് പോയി. അവിടെ സീതാദേവി ഉണ്ടായത്, മടിയിൽ സീതാദേവി. അപ്പൊ ശൂർപ്പണക ഈ കഥയെ തന്റേതായ ഒരു തിരക്കഥയായിട്ടാണ് പറയുന്നത്. അവിടെ സംഭവിച്ചതിന് ഇച്ചിരി ട്വിസ്റ്റും അതിന്റെ അത് മാറ്റിയിട്ട് തന്റെ തിരക്കഥയാക്കുന്നു ശൂർപ്പണക. എന്താ പറയുന്നത്? വളരെ മനോഹരിയായ സുന്ദരിയായ ഒരു സീത, ആ ഒരു സ്ത്രീയുണ്ട്, സ്ത്രീരത്നമുണ്ട്. ഈ ലോകത്തുള്ള ഏത് സുന്ദരി വന്നാലും അവളുടെ മുന്നിൽ ഒന്നുമല്ല. സാക്ഷാൽ ലക്ഷ്മി വന്നാൽ പോലും, സരസ്വതി വന്നാലും ഒന്നുമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ യുവതിയെ നിനക്ക് ഭാര്യയെ കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്ത്രീജിതനായ നാരീസേവക്കാരനായ രാവണന്റെ മനസ്സ് കുത്തി ഇളക്കുകയാണ് ശൂർപ്പണക. ഒരു വാക്കുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊക്കെ മന്ദരി കൈകേയി എന്തൊക്കെ ചെയ്തു. ഇവിടെ ശൂർപ്പണക മറ്റൊരു തരത്തിൽ തനിക്ക് രാമനെ വേണമെന്നതാണ് ശൂർപ്പണകയുടെ പ്രശ്നം. പക്ഷെ ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നത്, രാവണ നിനക്ക് എന്ത് വേണം? നിനക്ക് നല്ലൊരു സ്ത്രീയെ കിട്ടും, അങ്കനാരത്നത്തെ കിട്ടും എന്ന് പറഞ്ഞു മാറ്റും. ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചീടും അവിടെ വഴി പോലെ കാണുമ്പോൾ. അവര് ലക്ഷ്മിയും സരസ്വതിയൊക്കെ വന്നു കഴിഞ്ഞാല് അവര് നാണം കെട്ടു പോകും, അവര് ഓടിപ്പോകും, അവിടെ നിൽക്കില്ല. കാരണം ഇത്രമാത്രം സൗന്ദര്യമുള്ളവളാണ് സീതാദേവി എന്ന് പറഞ്ഞിട്ട് ആ രാവണന്റെ മനസ്സിങ്ങനെ ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ തന്റെ ഓരോ അംഗങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ചു. പിന്നീടോ കാമവൈരിക്കും നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലമാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തങ്ങളുടെ മണിയറ തന്നിൽ അകം പൊക്കാൻ വന്നതില്ലേതെന്നെന്തിന് ചിന്തയുണ്ടാകും. അന്നത്തെ ദിവസം പോയി രാവണൻ. കാരണം എന്താ? രാവണൻ തന്റെ കിടപ്പറയിൽ പോയിട്ട് ഉറങ്ങാൻ പറ്റില്ല.
തന്റെ സഹോദരി പറഞ്ഞ അങ്കലാവണ്യമുള്ള ലോകസുന്ദരിയെ കുറിച്ചുള്ള ചിന്തയിൽ അന്നത്തെ ദിവസം രാവണന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറക്കം വിളിച്ച് ചിന്ത ചിന്ത ചിന്ത. അപ്പോ രാവണൻ അതിനുള്ള വഴി ആലോചിക്കുക. എങ്ങനെയാണ് ഇതിനെ ബുദ്ധിമാനാണല്ലോ, 10 തല, നമ്മളൊക്കെ ഒരു തലയിലുള്ളൂ. അപ്പൊ 10 തലയിലെ രാവണൻ കൂടുതൽ ബുദ്ധി, ആ ബുദ്ധി പ്രയോഗിക്കുക. ഇത്തരം നിരൂപിച്ച് രാത്രിയും കഴിഞ്ഞത് ചിത്രഭാനുദയാത്രി ഓധരി വന്നു. പിറ്റേ ദിവസമായി തേരവിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അവിദ്രുതം ഘോരനാം ദശാനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ. അപ്പൊ ആ മാരീചനെ കാണാനായിട്ട് പോവുക. മാരീചനെ നമ്മൾ കണ്ടിരുന്നു എവിടെ വെച്ചാൽ താടകാവധ വേളയിൽ കണ്ടിരുന്നു. ആ താടകാവനത്തിൽ കണ്ടിരുന്നു. താടകയുടെ പുത്രനായ സുബാഹുവിനെ രാമൻ നിഗ്രഹിച്ചു. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഈ മാരീചനെയും നേരെയും ശരമെയ്തു. അപ്പോൾ ഓടി ഒളിച്ച് കടലിൽ പോയി ചാടാൻ ശ്രമിച്ചു. അപ്പോഴും രാമന്റെ ആ ബാണം, രാമബാണം പിന്നാലെ വന്നു. അവസാനം രാമന്റെ തൃക്കാൽക്കൽ വന്ന് അപേക്ഷിച്ചു, ഞാൻ ഭക്തനാണ്, എന്നെ ഭക്തനായി അനുഗ്രഹിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ, അല്ലെ ഒരാൾ അങ്ങനെ പറഞ്ഞാലോ, അതുകൊണ്ട് ശരി നീ എന്റെ ഭക്തനായി കഴിഞ്ഞോളാം. ആ മാരീചന്റെ അടുക്കലാക്കിയാണ് കഥ പോകുന്നുണ്ടോ. കഥകളിൽ ഉപകഥകൾ എങ്ങനെയാണ് ഘടിപ്പിക്കുന്നതെന്ന് ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ കൂടി, ഭക്തിക്കൊപ്പം തന്നെ അതൊരു സാഹിത്യകൃതി കൂടിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അതിന്റെ ചെറിയ ചെറിയ ലഘുകഥകള്, അതിന്റെ അകത്തൊക്കെ ഉപാഖ്യാനങ്ങൾ വരുന്നത്. ആ മാരീചൻ അവിടെ ഭഗവാൻ വെറുതെ വിട്ട മാരീചനെ ഇപ്പൊ ഭഗവാന്റെ ശത്രുവാക്കി മാറ്റിയ രാവണൻ. അപ്പൊ ഈ രാവണ ബുദ്ധി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ശ്രദ്ധിക്കണം. പിന്നെയോ എന്ത് ചെയ്യാ, അവിടെ ഇരുന്നോട്ട് ധ്യാനിക്കുകയും രാമരാമേതി ജപിച്ചുകൊണ്ടിരിക്കുന്ന മാരീചൻ. ആ രാക്ഷസനാണ്, ആ വർഗത്തിൽപ്പെട്ട ആള് തന്നെ, ഇദ്ദേഹത്തിന്റെ ബന്ധു തന്നെയാണ്. എന്നിട്ടും രാമരാമേതി ജപിക്കുകയാണ്. ഇനി അതേ ഒരു മാർഗമുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു ആ മാരീചന്റെ അടുക്കലേക്കാണ് വന്നത്, രാവണൻ വന്നത്. എന്താ പറയുക, എന്തൊരാഗ്രഹമതി ഖേദനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാൻ തവ നല്ലത് വരുത്തുവാൻ ഉള്ളൂരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയിലിരിക്കിയതും എന്തുകൊണ്ടാണ് അങ്ങ് ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നത്? അങ്ങ് എന്തോ രഹസ്യമായ കാര്യമാണോ? എന്താണ് എന്നെ കൊണ്ട് അങ്ങേക്ക് എന്താണ് നേടാനുള്ളത് അങ്ങ് പറഞ്ഞാലും എന്ന് ചോദിക്കുക. ആ സമയത്ത് ഈ കഥ പറയുന്നത് ഏത് കഥയാണ്? കാരണം നമ്മളിപ്പം ഉണ്ടായ കാര്യങ്ങള് പറയുന്നു. അതുകൊണ്ട് എന്ത് വേണം? രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കും വാമഗാത്രിയെ അപ്പോൾ കൊണ്ട് ഞാൻ പോന്നീടുവൻ. എപ്പോ കൊണ്ടുവരും? നീ മാരീചനോട് പറയാണ്, നീ ഒരു പൊന്മാന്റെ വേഷം കെട്ടണം. ഏത് വേഷം? കാമരൂപിണികളുടെ കാലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നീ ഒരു എന്ത് ചെയ്യണം? നീ വേഷം മാറി ഒരു പൊന്മാനാകണം. അങ്ങനെ പൊന്മാനായി അവിടെ എത്തിച്ചേരണം. അങ്ങനെ അവിടെ എത്തിച്ചേർന്നിട്ട് സീതയെ ആകർഷിക്കണം. സീതയെ ആകർഷിച്ച് സീതയെ അടുക്കലേക്ക് കൊണ്ടുവരണം. ആ സമയത്ത് എന്ത് ചെയ്യും? ശരിക്കും സീതയുടെ അടുക്കലേക്ക് എത്താനായിട്ട് രാമൻ എന്ത് ചെയ്യും? ഈ പൊന്മാന്റെ അടുക്കലേക്ക് എത്തും. സീതയെ വളരെ ദൂരത്തിലാക്കും. ആ സമയം സീത ഒറ്റപ്പെടും. അപ്പോൾ തീർച്ചയായും സീതയെ കൊണ്ട് ഞാൻ പോയി. അതാണ് പ്ലാൻ. മനസ്സിലായോ? പദ്ധതിയിലാണ് എന്ന് മാരീചനോട് പറഞ്ഞപ്പോൾ മാരീചൻ ചോദിക്കുകയാണ്, ആരുപദേശിച്ചത് മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോലും ശത്രുവാകുന്നതവൻ. ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് തന്നെ ഭഗവാനെ തിരിച്ചറിയാം. ആർക്ക് തിരിച്ചറിയാം? ഈ മാരീചൻ തിരിച്ചറിയാം. മാരീചൻ പറയാണ്, ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, നാരദ മഹർഷി എന്നൊക്കെ ഞാനിത് കേട്ടിട്ടുണ്ട്. നിന്നെ കൊല്ലാനായിട്ട് വരുന്നതാണ്, അവതരിപ്പിക്കുന്നതാണ് മനുഷ്യനായിട്ട് രാമൻ എന്നുള്ള ആ കഥ പറയുന്നു. ഭക്തവത്സലൻ വചനീയൻ ഈശ്വരൻ നാഥൻ എന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെ ഞാനിത് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും നന്മ ചെയ്യുന്നവനാണ് എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അന്നേരം പേരിലേക്ക് കൊണ്ടിങ്ങി പോന്നീടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേപ്പോൾ. നീ ചെറിയൊരു കാര്യം മാത്രം ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നീ ഭക്തനോ രാമന്റെ ഭക്തനോ പ്രിയപ്പെട്ടവനോ ധ്യാനമോ എന്ത് വേണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാം എന്ന് രാവണൻ തന്റെ സന്നിധിയിൽ വന്നിട്ട് മാരീചന്റെ ആശ്രമത്തിൽ വന്നിട്ട് ആവശ്യപ്പെടുക. അപ്പൊ മാരീചൻ ചിന്തിക്കുകയാണ്, പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ എന്ന് പറഞ്ഞിട്ട് ഒന്നിനി മറുത്ത് നീ ദുര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ ഊണാക്കിയിടുന്നതുണ്ട്. എന്താണ്? എന്റെ വാളിന് നിന്നെ ഊണാക്കും, നിന്റെ കഴുത്ത് കയ്യ് കാലൊന്നും ഉണ്ടാവില്ല എന്ന് ഒറ്റടിക്ക് പറഞ്ഞു. എന്നത് കേട്ട് വിചാരിച്ചത് മാരീചൻ ഉടനെ പറയാൻ പറ്റില്ല. അതാ വിചാരിച്ചു. എന്താ വിചാരിച്ചത്? നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്ന് ചിന്തിച്ച് ആമോദം പൂണ്ടു പുറപ്പെട്ടാലും എന്ന് ചൊന്നാൽ ഈ രാവണന്റെ
എതിർത്താൽ രാവണന്റെ ഈ കത്തിക്ക് അല്ലെങ്കിൽ വാളിന് ഊണായിട്ട് മാറും, ഇരയായിട്ട് മാറും. അപ്പോ നരകത്തിൽ പോയി പതിക്കേണ്ടി വരും. അവിടെ ചെന്നാലോ രാമന്റെ കൈ കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ സ്വർഗത്തിലെത്താം. ഭഗവാന്റെ ഭക്തനായിട്ടുള്ള മാരീചൻ ഏതാ സ്വീകരിക്കുക? രാമന്റെ കൈകൊണ്ട് മരിക്കുക എന്നുള്ള ആ ശ്രേഷ്ഠ കർമ്മത്തിലേക്ക് തീരുമാനിച്ച് അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോഴും ചന്ദാമാനിനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ച് ദശാസിനും അന്ധനായി ചമഞ്ഞത്. അവന് അന്ധനെ പോലെ ആയിപ്പോയി. ആർക്കാണ്? കണ്ണു കാണത്തില്ലേ ഇപ്പൊ അല്ലെ? കാമം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കണ്ണു കാണത്തില്ല. അപ്പൊ നമ്മുടെ രാവണൻ അതുപോലെ കണ്ണു കാണാത്തനായി അന്ധനായി. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി. നമുക്ക് കഥയൊക്കെ അറിയാം അല്ലെ? അതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യം. ചാരുപുള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്ത് മുഗ്ധഭാവത്തോടോരും ലീലകൾ കാട്ടി കാട്ടി കാട്ടുകൾ പൂക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടി അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാമേന്ദു സീത കണ്ടു വിസ്മയം പൂണ്ട. അപ്പൊ സീത കണ്ടു. സീതയെന്ന് തന്നെ കാണിപ്പിക്കാനുള്ള അതിനു വേണ്ടി തുള്ളിച്ചാടി ഓടിച്ചാടി നടക്കുകയാണ്. അവസാനം സീത കണ്ടു. മനോഹരമായിട്ടുള്ള അതിനെ കണ്ടു. എന്തിനെ കണ്ടു? ഈ രൂപത്തെ, ഈ മാനിനെ കണ്ടു. രക്ഷോ രാവണ വിജയസ്ഥിതം അറിഞ്ഞു രഘുനാഥൻ ദേവിയോട് അരുൾ ചെയ്ത് ഏകാന്തേ കാന്തേ കേൾവി രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ നീ ഒരു കാര്യം വേണം അതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. പത്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കണീ ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം. യഥാർത്ഥമായ സീതയല്ല കൊണ്ടുപോകുന്നത്. പിന്നെയോ എന്താ? മായാ സീതയെയാണ് രാവണൻ കൊണ്ടുപോകുന്നത്. ഭഗവാൻ ഉപദേശം നൽകിയിരുന്നു. എന്നിട്ടോ മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്ത ഭർത്താവേ കണ്ടീലയും കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് എത്രയും എന്ന് തോന്നും കളിപ്പാൻ അനുസുഖം ഉണ്ടിത് നമുക്കിങ്ങ് വിളിച്ചിടുക വരും എന്ന് തോന്നുന്നു അല്ലെ? പേടിച്ചു കൊണ്ടിങ്ങ് പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗത്പതേ എന്ന് പറയുക. പൊന്മാനിനെ കണ്ട് സാധാരണ ഒരു മാനിനല്ല. ഈ പൊന്നിനോട് പൊതുവെ പറയാറുള്ളത്, പൊന്നിനോട് സ്ത്രീകളുടെ മനസ്സിന് പെട്ടെന്നൊരു ആകർഷണം ഉണ്ടാവും. അപ്പൊ ഇവിടെ പൊന്മാനായിട്ട് വന്നപ്പോൾ സീതയെ പെട്ടെന്ന് ആകർഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഐതിരി വാക്യം കേട്ട് രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുദാനന്മാരുണ്ട് കാനനം തന്നിലും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രാക്ഷസ പടയുള്ള കാടാണിത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അതിന്റെ മാനിന്റെ പൊന്മാനിന്റെ അല്ലെ തന്റെ പ്രിയപ്പെട്ടവൾ അല്ലെ ഏകപത്നി വ്രതക്കാരനായിട്ടുള്ള രാമന്, ആ ഒരു സീതയുള്ള രാമന് സീത പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെ? കൗസല്യയും കൈകേയും ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് സുമിത്രയൊക്കെ ഉള്ളപ്പോൾ സുമിത്രയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു പോയില്ല. കാരണം ദശരഥൻ ചിന്തിക്കുന്നു പോയില്ല. കൈകേയും കുടിയും കിടക്കെ. ഇവിടെ രാമന് ഒരു സീത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സീത ആ പൊന്മാനിന് വേണമെന്ന് പറഞ്ഞാൽ രാമന് ചെയ്യാതിരിക്കാൻ പറ്റും, പിടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റും. രാമൻ അതിന്റെ പിന്നാലെ പോയി. അങ്ങനെ ഓടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിഞ്ഞ ആ ശരം ഇടയ്ക്ക് പിടികൂടാനായിട്ട് അത് ഓടിപ്പോകുന്നു. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെ ഒരു രാക്ഷസ വേഷം പൂണ്ട. നോക്കണേ, മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രയെന്ന് രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാനയ്യോ പാപം. ആഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര ആഹാ മേ വിധികലം ഭാഗ്യമാം ദയാനിധി. ദൂരെ നിന്ന് കേൾക്കുകയാണ് സീതയും ലക്ഷ്മണനും. ദൂരെ നിന്ന് കേൾക്കുന്നത് എന്താണ്? ആഹാ സഹോദര ലക്ഷ്മണ, ഈ നിലവിളിയാണ് കേൾക്കുന്നത്. അപ്പൊ എന്താ സീത പറയുന്നത്? എന്താ നിന്റെ സഹോദരന് അല്ലെ ലക്ഷ്മണനോട് പറയാം, സഹോദരന് ആപത്ത് പറ്റിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വിലാപമായി. സൗമിത്രി നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ ഭവൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണാമടിയാതെ. പക്ഷേ സൗമിത്രന്മാര അല്ലെ ആ ഉപദേശത്തിൽ നിന്ന് സ്വയം ജ്ഞാനമാർജിച്ച് എനിക്ക് മുക്തിമാർഗം ഉപദേശിക്കണമെന്ന് പറഞ്ഞ് ജ്ഞാനിയായി ജ്ഞാനത്തിന്റെ ആർജവത്വത്തിലേക്ക് കടന്ന ലക്ഷ്മണന് നല്ല ജ്ഞാനം അവിടെ ഉള്ളതുകൊണ്ട്, നല്ല സ്ഥിരമായിട്ടുള്ള ആ ബുദ്ധി ഉള്ളതുകൊണ്ട് ആ സമയത്ത് മനസ്സിൽ നല്ല കരുത്തുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാഥവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായയിലറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകിൽ അരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അരക്ഷണം കൊണ്ട് വിശ്വത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ളവനാണ് എന്റെ ജ്യേഷ്ഠൻ, എന്റെ സഹോദരൻ.
സഹോദരൻ, ആ രാമനെ കുറിച്ചാണോ ഇതൊക്കെ പറയുന്നത് എന്ന് ലക്ഷ്മണൻ ചോദിക്കുക. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ധൈര്യനാഥം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അത് കേട്ടു കണ്ണുനീർ തൂകി തൂകി മനസ്സേ വളർന്നൊരു ഭേദ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലി നാളതു നേരം രക്ഷോ ജാതിയിൽ അത്രയെ നീയും ഉണ്ടായി നൂനം. നീയും ആ രാക്ഷസവംശത്തിൽ പിറന്നവനാണോ? അല്ലെ, സ്വന്തം സഹോദരനെ ഊർമിളയെ അല്ലെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ മറ്റേ കൊട്ടാരം ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ച് രാവണന്റെ നിഴല് പോലെ ആത്മാവായിട്ട് വന്ന ലക്ഷ്മണനോട് പറയുകയാണ്, നീയും രാക്ഷസവംശത്തിലാണോ? ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പോയി ജ്യേഷ്ഠനെ നീ രക്ഷിക്കുന്നില്ലേ എന്നൊക്കെ എന്തൊക്കെ പറയാമോ? അല്ലെ, ശരിക്കും വേദനയുണ്ട്. തനിക്ക് തന്റെ രാമനെ നഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വേറൊന്നും സീത നോക്കുന്നില്ല. സീതയ്ക്ക് എന്തൊക്കെ പറയാമോ അതെല്ലാം, പറയാൻ പാടില്ലാത്ത വാക്കുകളെല്ലാം ആ നിഷ്കളങ്കനായ ലക്ഷ്മണനെ പറയുകയാണ്. രാമനാശാകാംക്ഷിതനാകിയ വരതല്ല കാമസിദ്ധി അർത്ഥം അവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോതിരു നീയും രാമനു നാശം വന്നാൽ കൂടമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ. ആലോചിക്കുക, ആ ഭരതന്റെ കൂടെ ലക്ഷ്യമായിരുന്നു രാജ്യം എടുക്കുക. ആ ഭരതം പറഞ്ഞിട്ടല്ലേ ഇപ്പൊ നീ എന്നെ കൊണ്ട് പോകാനായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ സ്വപ്നത്തിൽ പോലും കാണാത്ത, സ്വപ്നത്തിൽ പോലും കേൾക്കാത്ത കാര്യങ്ങളാണ് ലക്ഷ്മണനോട് പറയുന്നത്. ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും ചേതസി ഭാര്യ ഹരണോദ്യോതനായ നിന്നെ സോദര ബുദ്ധിയ ധരിച്ചീവരാകൻ. നിന്നെ സോദരനാണെന്ന് തന്നെയാണ് ആ രാമൻ കണ്ടത്. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് വീടുകളിലെ ഈ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ, സ്വന്തം ഭാര്യയാകാൻ, ജ്യേഷ്ഠതയെ ഭാര്യയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനുള്ള തെറ്റിദ്ധാരണയിൽ എന്തൊക്കെയോ പുലപ്പിക്കുകയോ വിലപിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് സീത ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് പറഞ്ഞു, അവിടുന്ന് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങാൻ നേരം എന്താണ് ലക്ഷ്മണനോട് സുമിത്രാദേവി പറഞ്ഞു, അല്ലെ, പറഞ്ഞിരുന്നു, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യ അടവീ വിദ്ധി എന്നാ പറഞ്ഞു. പറഞ്ഞാല് ദശരഥനെ എന്ന പോലെ വേണം രാമനെ കാണുവാൻ. കാട്ടിലെത്തുമ്പോൾ ആ കാണുന്ന അയോധ്യയെ കാണണം. നിന്റെ കൂടെ നടക്കുന്ന നിന്റെ ജ്യേഷ്ഠതി സീതയുണ്ടല്ലോ, ഞാനാണ്. അതിനപ്പുറത്ത് ഒരു അമ്മ എന്ത് പറയേണ്ടത്, അല്ലെ, ഒരു മാതാവ് എന്താ പറയേണ്ടത്, അത് കേട്ടിട്ട് വന്ന രാമനോടാണ് ഇതൊക്കെ പറയുന്നത് കേൾക്കണം. ഒപ്പം ഓരോ വാക്കുകൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ചോദ്യമുണ്ട്, ഒരു ചോദ്യം, ഇന്നത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ, രാവണൻ തന്റെ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് ആരുടെ സഹായമാണ് അഭ്യർത്ഥിച്ചതെന്നുള്ളത് ഇന്നത്തെ ചോദ്യം. രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയോ ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും തത്വരം പൊത്തി പുനർ അവളോട് കാതുകുത്തിപ്പോയി. ഇത് കേൾക്കാനുള്ള പ്രാണിയില്ലാതെ, കേൾക്കാനുള്ള ശേഷിയില്ലാതെ, അല്ലെ, അതിനുപോലും കഴിയാതെ ലക്ഷ്മണൻ എന്ത് ചെയ്തു? തന്റെ രണ്ട് കാത് കുത്തി. നിനക്ക് നാശമടുത്തിരിക്കുന്നത് പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തൂട. നിന്റെ നാശം, നീ തന്നെ ഉണ്ടാക്കുന്ന നാശം, അതെനിക്ക് ഞാൻ വിചാരിച്ചാലും തടുക്കാൻ പറ്റില്ല എന്ന് ലക്ഷ്മണന് പറയേണ്ടി വന്നു. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്റെ ചണ്ടി ജിഗ്നത്യന്തം ക്രൂര ചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളി മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകള ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും. അത്രയും വാക്കുകൾ, ക്രൂരമായ വാക്കുകൾ, അറപ്പുളവാക്കുന്ന വാക്കുകൾ, ഒരിക്കലും ഇതിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത വാക്കുകൾ, താൻ ഒരിക്കലും കേൾക്കാൻ അർത്ഥമല്ലാത്ത വാക്കുകളൊക്കെ കേട്ടിട്ടും അവസാനം ആ ലക്ഷ്മണൻ പറയുന്നത്, ആ സഹോദരിയെ ബന്ധം നോക്കണം. ലക്ഷ്മണൻ എന്താ ചെയ്യുന്നത്? ലക്ഷ്മണൻ പറയുന്നത്, വനദേവതമാരെ പരിപാലിച്ചു കൊള്ളണേ. ആരെ പരിപാലിച്ചു കൊള്ളണം പറയാം? മനുവംശാധീശ്വര, ആ മനുവംശത്തിന്റെ ആ ഈശ്വരന്റെ ആ പത്നിയെ വഴിപോലെ നിങ്ങൾ കാത്തുകൊള്ളണമേ, രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ലക്ഷ്മണൻ, അല്ലെ, നമ്മള് ശ്രദ്ധിക്കുന്നുണ്ടോ? അതൊക്കെ സഹോദരി, അല്ലെ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെയുള്ള പരസ്പരം കൊച്ചു കൊച്ചു വാക്കുകൾ പറഞ്ഞ് സഹോദരന്മാർ എന്ത് ചെയ്യുന്നു? കുടുംബ വീടിന്റെ മധ്യത്തിലൂടെ മതിൽ കെട്ടിട്ട് ഇനി നീ രണ്ടു മുറി നിനക്ക്, ഈ രണ്ടു മുറി എനിക്ക് എന്നൊക്കെ പറഞ്ഞ്, അല്ലെ, മതിൽ കെട്ടിക്കൊണ്ടും പോകുന്ന ഒരുപാട് മതിലുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ കേൾക്കുന്നത്, ലക്ഷ്മണനെ കുറിച്ച് കേൾക്കുന്നത്, രാമനെ കുറിച്ച് കേൾക്കുന്നത്. അത് നമുക്ക് നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു വലിയ കണ്ണാടിയാണ്. രാമായണം പോലെ വലിയൊരു കണ്ണാടിയാണ്. ഓരോ സംഭവങ്ങളും അതിനകത്തുള്ള വേറെ അത്ഭുത കണ്ണാടികൾ. ഈ കാര്യം കാണുമ്പോൾ ഞാൻ ലക്ഷ്മണനാണ്, എനിക്ക് ലക്ഷ്മണനാകാൻ കഴിയുന്നുണ്ടോ? എനിക്ക് രാമനാകാൻ കഴിയുന്നുണ്ടോ? എനിക്ക് സീതാദേവി ആകാൻ കഴിയുന്നുണ്ടോ? എനിക്ക് അഗസ്ത്യനെ പോലെ, അല്ലെങ്കിൽ എനിക്ക് ശരഭംഗ മഹർഷിയെ അങ്ങനെ ഓരോരുത്തരെ പോലെ ആകാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന രീതിയിലാണ് ഈ രാമായണം ഓരോ സംഭവങ്ങളെയും അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് കേൾക്കുക മാത്രമല്ല, കേൾക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യണം. പാരായണം ചെയ്യുക, വീട്ടിൽ ചെന്ന് നമ്മളത് പാരായണം ചെയ്യണം. പാരായണം ചെയ്താൽ മാത്രം പോരെ, അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്താണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്? ഈ ഒരു സംഭവത്തിൽ എന്താ കിട്ടുന്നത്? അല്ലെ, തെറ്റിദ്ധാരണയുടെ പേരിൽ സീത പറഞ്ഞ, അറിവില്ലാത്തതിന്റെ പേരിൽ സീത പറഞ്ഞൊരു വാക്ക് സീതയ്ക്ക് തന്നെ ഉണ്ടാകാവുന്ന വലിയ അപകടം, വലിയ അത്യാപത്ത്, ഒരു ദുരന്തം ആലോചിക്കുക. അപ്പൊ ശരിക്കും രാമൻ വന്നത് രാവണ വിഗ്രഹത്തിന്, അതിനിതൊക്കെ വേണം. എന്നാലും ആ സീതയുടെ വാക്കുകൾ, സീതയ്ക്ക് വേണമെങ്കിൽ അത്
സീതയ്ക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അത്രമാത്രം അറപ്പോടെ, അത്രമാത്രം വെറുപ്പോടെ ലക്ഷ്മണനെ ഒരു നിമിഷത്തിൽ തള്ളിക്കളഞ്ഞ് തന്റെ ഒന്നുമല്ലാത്തവനാക്കി മാറ്റിയ ആ ഒരു മനസ്സ്, അത് സീതയെന്നോ ആരായാലും നമ്മളായാലും നമ്മുടെ ജീവിതത്തില് ഒരു വാക്ക് പറയുമ്പോൾ അല്ലെ, അത് തോക്കിനേക്കാൾ വെടിയിനേക്കാൾ ഭാരമുള്ളതാണ്, വേദനിപ്പിക്കുന്നതാണ് എന്ന് ഓർമ്മിച്ചിട്ട് മാത്രം സംസാരിച്ചാല് നമുക്ക് ഒരുപാട് നന്മയുണ്ടാവുമെന്ന് രാമായണത്തിലൂടെ പറയുകയാണ്. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ആ രാവണ നിഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് ആരുടെ സഹായമാണ് അഭ്യർത്ഥിച്ചത് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. സമയം ഏകദേശം എത്തി. നമ്മൾ സൂപ്പർ ഫാസ്റ്റ് ഡീലക്സിൽ നമ്മൾ എങ്ങനെയൊക്കെയോ 12-ാം തീയതിയിൽ പൂർത്തിയാക്കി. നാളെ 13 ദിവസത്തിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ പലിശ, കൂട്ടുപലിശ, പിഴപ്പലിശ ആയി വരുമ്പോൾ അവസാനം നമുക്ക് എന്നും എത്താൻ പറ്റില്ല. ഇച്ചിരി വേഗത്തിൽ അതുകൊണ്ടാണ് പോയത്. ഈ കഥ എല്ലാവർക്കും അറിയാം. ആ കഥയ്ക്കുള്ളിലുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് കഥയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേരാനും അല്ലെ, നമുക്കൊക്കെ ഇങ്ങനെ കണ്ടുകണ്ടിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നത് കാണാൻ എന്ന് പറഞ്ഞ കാലം. പിറ്റേ ദിവസം പത്രം നോക്കുമ്പോൾ ചിലരുടെ ഫോട്ടോ പത്രത്തിൽ കാണാം അല്ലെ, കാണുന്ന എന്ത് പറ്റി എന്ന് പിന്നെയാണ് അന്വേഷിക്കുക. ഫേസ്ബുക്കിനകത്ത് കാണാം എന്ത് പറ്റി, ആദരാഞ്ജലി എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകൾ വരുമ്പോഴാണ് അയ്യോ എന്ത് പറ്റി നമ്മൾ അന്വേഷിക്കുന്നു. അപ്പൊ നമുക്ക് ഈ 12-ാം ദിവസവും അമ്മയുടെ തിരുമുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കാനും രാമായണം കേൾക്കാനും ശാന്തത അനുഭവിക്കാനൊക്കെ കഴിഞ്ഞത് ആ മഹാമായ അല്ലെ, മഹാവിദ്യ, മഹാമായ, മഹാമേധ, മഹാമോഹ ഭഗവതി, മഹാദേവി, മഹേശ്വരി എന്നാണ് പറയുക. അങ്ങനെയുള്ള അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് അമ്മയുടെ മുന്നിൽ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ചോദ്യം ഒരിക്കൽ കൂടി പറയുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അത് നിർവഹിക്കണം. ഇവിടെ കീർത്തന ആലാപനം നടന്നു വരുന്നുണ്ട്. വളരെ മനോഹരമായി നമ്മുടെ കുട്ടികൾ ഇവിടെ വന്ന് കീർത്തനം ആലപിക്കുന്നുണ്ട്. അപ്പൊ അതില് മത്സരിക്കാനായിട്ട് കുട്ടികൾക്ക് പ്രത്യേക അവസരം ഒരുക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ടവരുമായിട്ട് അതിന് സംസാരിച്ചാൽ അതിൽ മത്സരിക്കാനായിട്ട് അവസരം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണത് ഈ ദേവസ്വം അത് നടത്തുന്നത്. കുട്ടികളുടെ കീർത്തനാലാപത്തിലൂടെ അത് നാളെ അതൊരു വലിയ പരിപാടിയായിട്ട്, ഒരുപക്ഷെ വലിയൊരു സംഗീത പരിപാടിയായിട്ട് ഭാവിയിൽ വരാൻ പോകുന്നതിന്റെ ഒരു ചവിട്ടുപടി എന്ന നിലയിൽ ഒരു ആമുഖം മാത്രമാണ് അത്. അപ്പൊ അതുകൊണ്ട് അത് ആ പരിപാടി നടക്കും. ഒരിക്കൽ കൂടി ചോദ്യം പറഞ്ഞിട്ട് നമ്മളതിന്റെ സമയം തീരുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ചോദ്യം പറയാം. ഉടൻ തന്നെ ഉത്തരമുണ്ടെങ്കിൽ എഴുതിയിടാം. ഇവിടെ ഉള്ളവർക്കാണ് സമ്മാനം കിട്ടുക. വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾക്ക് സമ്മാനം നൽകും. ചോദ്യം ഇതായിരുന്നു: രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് ആരുടെ സഹായമാണ് ആദ്യം അഭ്യർത്ഥിച്ചത്? നമ്മുടെ ക്ഷേത്രത്തിലെ രാമായണ മാസാചരണ സമീക്ഷ 12-ാം ദിനമായി ഇന്ന് പ്രഭാഷണം നിർവഹിച്ച ആരാധനായ സതീഷ് ആലപ്പുഴയ്ക്ക് കണിച്ചുവിളങ്ങൽ ദേവസ്വം പേരിൽ നന്ദി രേഖപ്പെടുന്നതോടൊപ്പം അമ്മയുടെ കൃപ